പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതലും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുകയും അത്ഭുതകരമായി വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ നാം അധ്വാനിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. രാത്രിയുടെ യാമങ്ങളെ പകലാക്കി നാം പ്രാർത്ഥിക്കാറുണ്ട്. നാം എല്ലാ കൂട്ടായ്മകളിലും സംബന്ധിക്കാറുണ്ട്. ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയും, ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന മുടങ്ങിയുള്ള സമയങ്ങളൊന്നുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, പകൽ പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചാൽ പറയും, ഏറ്റവും അധികം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കുന്നില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും, നമ്മൾ എത്ര ഉപവസിച്ചിട്ടും, നമ്മൾ എത്ര രാത്രിയെ പകലാക്കി കണ്ണുനീരൊഴുക്കിയിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവചനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. അത് തിരുവചനത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ച് അതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു പത്രോസിനെ സംബന്ധിച്ച് രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്, പക്ഷേ തൻ്റെ വലയ്ക്കകത്ത് ഒന്നും കിട്ടിയില്ല, തൻ്റെ പടകിനകത്തൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി പകലാക്കി താൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധ്വാനിച്ചു എങ്കിലും അതിനകത്ത് ആരില്ലായിരുന്നു, പടകിനകത്ത് ആരില്ലായിരുന്നു, കർത്താവ് അതുവരെ ഇല്ലായിരുന്നു. പക്ഷെ താൻ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു. ഞാൻ ആ തിരുവചന ചിന്തകൾ ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് ആത്മീയ ദൂത വെളിപ്പെടുത്തിയത്, രാത്രി മുഴുവനും അധ്വാനിച്ചു എങ്കിലും ആ പടകിനകത്ത് ക്രിസ്തു ഇല്ലാതെയാണ് അധ്വാനിക്കുവാനിടയായി തീർന്നത്. പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ, ക്രിസ്തുവിനെ കൂടാതെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കുവാനിടയായി തീരണം. രാത്രിയെ പകലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, ഒന്നിനും വിട്ടുവീഴ്ച ചെയ്യാറില്ല, എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ഇല്ലാത്തതിന്റെ കാരണം, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതന്റെ ഉള്ളിൽ ആരുണ്ടാകണം? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവത്തിന്റെ സാന്നിധ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവ് മറുപടി കൊടുക്കത്തുള്ളൂ. 3-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, കർത്താവ് വരുമ്പോൾ പത്രോസിലുള്ള പടക് കണ്ടു. പത്രോസിന്റെ പടകിലേക്ക് ദൈവം പ്രവേശിച്ചു. അപ്പോ എല്ലാവരുടെയും പടകിൽ എന്ത് ചെയ്യുന്നില്ല? ദൈവം അന്ന് പ്രവേശിക്കുന്നില്ല. എല്ലാവരുടെയും ഒരുപാട് ചെറിയ പടകുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരുടെയും പടകിനകത്ത് കർത്താവ് ചെന്നില്ല. പത്രോസിനുള്ള പടകിൽ തന്നെ ദൈവം കയറി. തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ പടകിൽ തന്നെ ദൈവം കയറി. എന്നിട്ട് പറഞ്ഞു, അല്പമൊന്ന് നീക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പൊ കരയ്ക്കുമല്ല വെള്ളത്തിലുമല്ലാത്ത രീതിയിലായിരിക്കുന്നത്. അവിടെ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് പത്രോസ് വന്നിട്ട്
ആമേ പടക് കരയ്ക്ക് കയറ്റി വല കഴുകിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് കർത്താവ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ആത്മീക ചിന്തയിൽ നമ്മൾ എടുക്കണം, ആത്മീക കാഴ്ചപ്പാടിൽ എടുക്കണം. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു വിടുതലും ഇല്ലാതെ നേരം വെളുത്ത് നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ട് പറയാ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയാകുന്ന വല കഴുകി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ പ്രാർത്ഥിച്ച പത്രോസിന്റെ പടകിനകത്തേക്ക് യേശുവിന്റെ കടന്നുവരവിന്റെ സാന്നിധ്യം. പത്രോസിന്റെ പടകിനകത്തേക്ക്, പടകെന്ന് പറയുമ്പോൾ മീൻ പിടിക്കാൻ കൊണ്ടുവന്ന വള്ളത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാനാകുന്ന പടക്, നമ്മളാകുന്ന പടകിനകത്തേക്ക് യേശുവിന് സ്ഥാനം കൊടുത്ത പത്രോസ്, സ്ഥാനം കൊടുത്തിട്ട് പത്രോസിനോട് പറഞ്ഞു നീ അന്ന് അല്പം ഒന്ന് ഇറക്കണം. ഇപ്പൊ കരയിലുമല്ല വെള്ളത്തിലുമല്ലാതിരിക്കുന്ന സ്ഥാനത്ത്, ഇരുമനസ്സോടുകൂടി ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്നുകൂടി ഒന്ന് ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നീയാകുന്ന പടകിനെ ഒന്ന് ഇറക്കാൻ ഇടയായി തീരണം. ഞാനും നിങ്ങളുമാകുന്ന പടകിനെ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഒന്ന് ഇറക്കാൻ തയ്യാറാകണം. കർത്താവ് പത്രോസാകുന്ന പടകിൽ, അല്ലെങ്കിൽ നമ്മളാകുന്ന പടകിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കണം. കർത്താവിന്റെ തിരുവായ് മൊഴിക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നാം ആകുന്ന പടകിനകത്ത്, പത്രോസാകുന്ന പടകിനകത്തേക്ക് യേശു ക്രിസ്തു കയറിയിട്ട് തിരുവചന വായുമൊഴികളെ വെളിപ്പെടുത്തിയതിനു ശേഷം പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി നീ ആഴത്തിലേക്ക് എന്ത് ചെയ്യുക? ഒന്ന് വലയിറക്ക്. രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസിനറിയാം കടലിന്റെ ആഴങ്ങളെയും കടലിന്റെ സ്ഥിതിഗതികളെയും എവിടെയെല്ലാം വീശിയാൽ മീൻ കിട്ടുമെന്നുള്ളതും പത്രോസിനറിയാം. എന്ന് പറഞ്ഞാൽ ഒരു പൊത്തുപൊരുത്തത്തിന്റെ പ്രാർത്ഥന, ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി, ഈ സാഹചര്യത്തിൽ മതി, ഇവിടെ മീൻ ഉണ്ടാകും, ഇത്രയൊക്കെ മതി എന്ന് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഒന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നീ ആകുന്ന പടകിനകത്ത് യേശുവിന് സ്ഥാനം കൊടുക്കണം. ഒന്ന് യേശുവിന് സ്ഥാനം കൊടുത്തിട്ട്, രണ്ട് കർത്താവിന്റെ വാക്കിന് നീ ശ്രദ്ധ കൊടുക്കണം. മനുഷ്യന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ഇഷ്ടത്തിന് നീ വലയിറക്കരുത്. നിന്റെ ഇഷ്ടത്തിന് നീ മുന്നോട്ട് പോകരുത്. കർത്താവിന് പടകിൽ സ്ഥാനം കൊടുത്തിട്ട് കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പത്രോസാകുന്ന പടകിലേക്ക് യേശുവിന് സ്ഥാനം കൊടുത്തിട്ട് യേശുവിന്റെ വാക്ക് കേട്ടിട്ട് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. മനസ്സിലാകുന്നു. അപ്പൊ ഇതുവരെ എന്ന് പറയുന്നത് പത്രോസ് പ്രാർത്ഥിച്ചു. വലയിറക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പടകെന്ന് പറയുമ്പോൾ നമ്മളാകുന്ന പടകിനകത്ത് യേശുവിന് സ്ഥാനം കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇതുവരെ പത്രോസ് പ്രാർത്ഥിച്ചത് ദൈവം പടകിനകത്ത് ഇല്ലാതെയാ പ്രാർത്ഥിച്ച്. നമ്മുടെ ഉള്ളിൽ ദൈവമില്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മറുപടി ഉണ്ടാകത്തില്ല. നമുക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവിന് സ്ഥാനം കൊടുക്കണം. എന്നിട്ട് കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കണം. പത്രോസ് പറഞ്ഞു, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് കർത്താവ് പറഞ്ഞത് ആഴത്തിലേക്ക്, പൊത്തുപൊരുത്തത്തിന്റെ പ്രാർത്ഥന വിട്ട്, ചടങ്ങ് പ്രാർത്ഥന വിട്ട്, നാളിതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രാർത്ഥന വിട്ട്, നാളിതുവരെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠാനങ്ങൾ വിട്ട് പത്രോസിനെ പറഞ്ഞ ആഴത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങണം, ആഴത്തിലേക്കൊന്ന് വലയിറക്കണം. നിന്റെ പ്രാർത്ഥന ആഴമായി ഒന്ന് ഇറങ്ങണം. അപ്പൊ പ്രാർത്ഥന ആഴത്തിലേക്ക് ഒന്ന് ഇറക്കാൻ തയ്യാറായപ്പോൾ അന്നുവരെ ശത്രുവാകുന്ന പിശാച് ആഴത്തിൽ ഒതുക്കി വെച്ചിരുന്ന ചില നന്മകളെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ദൂത് മനസ്സിലാകുന്നു. ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ ശത്രുവാകുന്നവൻ ആഴത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്ന നന്മകൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ അത് പ്രാപിക്കണമെങ്കിൽ കർത്താവിന്റെ വാക്കിന് ശ്രദ്ധ കൊടുത്ത് ആമി പ്രാർത്ഥനയുടെ തലങ്ങളൊന്ന് മാറ്റി ആഴത്തിലേക്ക് ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ഒന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതിരിക്കുന്ന ചില നന്മകളെയും വിടുതലുകളെയും അനുഗ്രഹങ്ങളെയും ദൈവാത്മാവിനെ വെളിപ്പെടുത്തി നിന്റെ കരങ്ങളിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രികാലം ദൈവവചനത്തിൽ ദൂത് വിളിച്ചു പറയുകയാണ്. അന്ന് വരെ പത്രോസിന്റെ ജീവിതത്തിൽ ലഭിക്കാത്ത ആമീൻ നന്മകളെ,
മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കത്തക്ക നിലവാരത്തിൽ പത്രോസിന്റെ ജീവിതമാകുന്ന പടകിന് ദൈവാത്മാവ് നിറയ്ക്കുവാനിടയായി തീർന്നു. മാനുഷികമായ വള്ളത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. താനാകുന്ന പടക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാകുന്ന വല ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് ഇറക്കാൻ തയ്യാറായപ്പോൾ അന്നുവരെ താൻ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതിരുന്ന നന്മകളെ, ശത്രു ആഴത്തിൽ ഒതുക്കി വെച്ചിരുന്ന നന്മകളെ ദൈവാത്മാവിന് പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ പടകിനെ കൂടി നിറയ്ക്കുമാറ് ദൈവാത്മാവ് സമൃദ്ധി കൊണ്ട് മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലദൂത് വിളിച്ചു പറയാം, സർവശക്തനായ ദൈവത്തെ ഹൃദയത്തിൽ ശിരസാൽ വഹിച്ചുകൊണ്ട് ആത്മീയ കാഴ്ചപ്പാടിൽ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി പ്രത്യാശയിൽ പ്രാർത്ഥിക്കാം. നാളെ ഇതുവരെ നിന്റെ നന്മയെ മുടക്കി വെച്ചിരുന്ന, ആഴത്തിൽ ഒതുക്കി വെച്ചിരുന്ന നന്മകള് ദൈവാത്മാവിന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കുവാനിടയായി തീരും. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.